ഹലോ മച്ചാമാരെ, അപ്പൊ ഇന്ന് എന്റെ വീട്ടിന്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പുറത്തിറങ്ങിയപ്പോ തന്നെ ദൈവമേ ഉച്ചയുടെ മേളിൽ സൂര്യ ഉദിച്ചിരിക്കും. ഈ പൊരി വെയിലത്തും തളരാതെ എന്ന് ജോലി ചെയ്യുന്ന അങ്കിളിനെയാണ് ആ കാണുന്നത്. ഈ അങ്കിളെന്ന് മാത്രമല്ല, നമ്മളുടെ അച്ഛനും അമ്മമാരും എല്ലാം ഇങ്ങനെയാണ്. ഒരുപാടധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് നമ്മളെ നോക്കുന്നത്. പിന്നെ കുറച്ചു നേരം എന്റെ നിഴലും നോക്കി ഞാൻ ഇങ്ങനെ നടന്നു. ഞാൻ പെട്ടെന്ന് വിചാരിച്ചതുപോലെ വീടും ആയിരിക്കുന്നു. പിന്നെയാണ് നോക്കിയത്, ഇതൊരു ശ്മശാനമായിരുന്നു കേട്ടോ. ബൈപ്പാസിൽ വഴി പോയവരൊക്കെ ഒരിക്കലെങ്കിലും ഈ ഒരു ബിൽഡിംഗ് കണ്ടു കാണും. പണി തീരാത്ത കേസിൽ വിട്ടുകിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അത് ഇവിടെ നിന്നാലും കാണാം. ഞാൻ കുറച്ചു നേരം ശ്മശാനത്തിന്റെ നേരെ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ കയറി കുറച്ചു നേരം ഇരുന്ന്. പിന്നെ ഒരു പേടി, വല്ല പ്രേതം വന്നെ കൊങ്ങയ്ക്ക് പിടിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ അവിടെ നിന്ന് വീണ്ടും നടന്നു തുടങ്ങി. ഇത് പോകുന്ന വഴിക്ക് ഒരു വീട്ടിലുണ്ട പൂവാണേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. വേറൊരു വീട്ടിലെ മാങ്ങയൊക്കെ പൂത്ത് നിൽക്കുന്നു. എന്തിനാണോ എന്തോ ഈ പൂച്ച മതിലിരുന്ന് എന്നെ തുറിച്ചു നോക്കുന്നു. അവിടെ പോണ വഴിയിൽ ഒരു പറമ്പിന്റെ അപ്പുറത്തൊരു കൊച്ചു ഓടിട്ട വീട്, ആ പറമ്പിലൊരു കൊച്ചു ഓട്ടോയും കിടക്കണം, ആർക്കും വേണ്ടാതെ. കാവലായിട്ട് കുറച്ച് തെങ്ങുകൾ നിപ്പുണ്ട്. നമ്മൾ വന്ന ആ മുടുക്ക് വന്ന് തീരുന്നത് ഈ ഒരു ഇരുമ്പ് സ്റ്റെപ്പിന്റെ ഇവിടെയാണ് കേട്ടോ. ഇപ്പോഴെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഈ സ്ഥലം പിടികിട്ടി കാണും. ഈ ഒരു ഇരുമ്പ് സ്റ്റെപ്പ് വഴി വലിഞ്ഞ് കയറിയതിനെ ഞാൻ പേടിച്ചിട്ട്. എന്നും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിയാണ്, പക്ഷെ എന്നിട്ട് പോലും ഇവിടെ ഓലകളെല്ലാം വളർന്ന സ്റ്റെപ്പിന്റെ മുകളിലാണ് വന്ന് നിൽക്കുന്നത്. തെങ്ങിന്റെ അത്രയും പൊക്കത്തിലാണ് സ്റ്റെപ്പ് കെട്ടി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തേങ്ങ അടക്കം എളുപ്പമാണ്. പിന്നെ ഇത് ലവ് ബേർഡ്സിനെയൊക്കെ വെക്കുന്ന ചെറിയൊരു കടയാണ്. അപ്പൊ ഇതിപ്പോ ഇവിടെ വെച്ച് കണ്ട പുതിയൊരു മുടുക്കാണ്. ഇത് ഇതുവരെയായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇതുവഴി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇതിനി എവിടെ പോയി നിൽക്കുമോ എന്തോ ദൈവത്തിനറിയാം.